Kia EV9 എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് തന്നെ ഈ ഒരു ഭീകര സൈസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു വലിയ വണ്ടി വേണം എന്നുള്ളവർക്ക് ഇതിലും വലിയൊരു ഓപ്ഷൻ ഇല്ല, അത്രയും വലിപ്പമുള്ളൊരു വണ്ടിയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ ഒരു വീലാണ്. ഈ 20 ഇഞ്ചിൻ്റെ വീലും ആ ഒരു ടയറും കൂടെ വരാൻ നേരം വണ്ടിക്ക് കംഫർട്ട് ആയിക്കോട്ടെ, പെർഫോമൻസിലായിക്കോട്ടെ, സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ എല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ കംഫർട്ടാണ്. ഈവൻ നോർമലി ഫ്രണ്ട് ഭയങ്കര കംഫർട്ടായിരിക്കും. മിഡ് റോ പല വണ്ടികളിലും മിഡ് റോ കംഫർട്ട് ഫ്രണ്ട് സീറ്റിനെക്കാട്ടി കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ മിഡ് റോ എന്ന് പറയുന്നത് അൾട്രാ പ്രീമിയം ആണ്. ആൻഡ് കംഫർട്ടിൻ്റെ കാര്യത്തിലും ഒരു ശകലം പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ വണ്ടിയുടെ പവറാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏകദേശം 385 bhp 700 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു വണ്ടിയെ എന്താ പറയുക, ഈ ഒരു മോട്ടറാണ് ഇത്രയും വലിയൊരു പെർഫോമൻസ് തരുന്നത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രേക്കിംഗ്, ഇതിന് അത്രയും വലിയൊരു റോട്ടർ ബ്രേക്കിങ്ങും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ്. ആൻഡ് സേഫ്റ്റി ഓൾസോ നല്ല രീതിക്ക് സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം. എഡാസിൻ്റെ 5 റഡാറാണ് ഈ വണ്ടിക്ക് ചുറ്റുമുള്ളത്. നമ്മളെക്കാട്ടി അലേർട്ടായിട്ടുള്ള എഡാസ് ലെവൽ 2 ഫീച്ചറാണ് ഈ വണ്ടിയിലുള്ളത്.